ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ നീളും. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുടെ ചട്ടക്കൂട് അന്തിമമാക്കിയ ശേഷം മാത്രമേ ചർച്ചയുള്ളൂവെന്ന് ഇറാൻ അറിയിച്ചു. ഇറാൻ വെനിസ്വേല അല്ലെന്നും ട്രംപിന് മുന്നറിയിപ്പ്. അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. ഇറാൻ സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തിനുമേൽ പിടിമുറുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഈ സമാധാന ചർച്ച അത് പെട്ടെന്ന് നടക്കുമെന്ന് നമ്മൾ ധരിച്ചിരുന്നു. എന്നാൽ ആ രണ്ടാം ഘട്ടം നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും ഈ ചർച്ചയുണ്ടാകും? സമാധാനത്തിലേക്ക് ദൂരം കൂടുകയാണ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റിന. എൻ്റെ പുറകിൽ നിൽക്കുന്നതും ചെറി ബ്ലോസമാണ്. ഇത് ജപ്പാൻകാരാണ് അമേരിക്കയ്ക്ക് ഈ ചെറി ബ്ലോസം ആദ്യമായിട്ട് സമ്മാനിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലും ചെറി ബ്ലോസം വ്യാപകമായിട്ട് വരുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ ഉണ്ട്. ഇനി ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സൈന്യം, ഇറാൻ സൈന്യം അവരുടെ ഭരണകൂടത്തിൽ വലിയ രീതിയിൽ പിടിമുറുക്കുന്നതായിട്ടുള്ള ഒരു വിലയിരുത്തൽ അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനത്തിലാണ് അങ്ങനെ പോയിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ചയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഹോർമൂസ് കടലെടുക്ക് കൊമേഴ്സ്യൽ കപ്പലുകൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ശനിയാഴ്ച രാവിലെ തന്നെ സൈനിക കമാൻഡ് ഈ തീരുമാനം റദ്ദാക്കി ഈ പാത വീണ്ടും അടച്ചിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാന്റെ ഈ ഭരണ സംവിധാനത്തിൽ സൈനിക ഹാർഡ് ലൈനേഴ്സ് വലിയ സ്വാധീനം നേടിയിട്ടുണ്ടെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. ഈ വിദേശകാര്യ മന്ത്രാലയം എടുത്ത തീരുമാനത്തെ പരസ്യമായിട്ട് തള്ളിക്കൊണ്ടാണ് സൈന്യം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കാത്തതാണ് പാത വീണ്ടും അടയ്ക്കാൻ കാരണമായി സൈന്യം ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്ലാമാബാദിലെ ചർച്ചകൾ അത് പാതി വഴിക്ക് അമേരിക്ക ഉപേക്ഷിച്ചു പോകാൻ കാരണവും ഹാർഡ് ലൈനേഴ്സ് അവർ തമ്മിലുള്ള ഒരു ഭിന്നതയായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതിനൊന്നും സ്ഥിരീകരണം നമ്മുടെ ഭാഗത്തില്ല. അമേരിക്കയുമായുള്ള ഈ സമാധാന ചർച്ചകളിൽ ചില സുപ്രധാന ചുവടുവയ്പ്പുകൾ നേടാനായി എന്ന് അവരുടെ ഇറാൻ സ്പീക്കർ, അദ്ദേഹമാണ് ഈ നെഗോഷിയേഷന്റെ ലീഡർ, മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറയുന്നുണ്ട്. എങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും അതുപോലെ ഒരു കരാറിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ചർച്ചകൾ വിജയിക്കണമെങ്കിൽ അമേരിക്ക ആദ്യം ഇറാനിയൻ ജനതയുടെ വിശ്വാസം നേടിയെടുക്കണമെന്നാണ് ഖാലിബാഫ് പറയുന്നത്. അതുപോലെ ഭീഷണികൾക്കും ഏകപക്ഷീയമായ നിലപാടുകൾക്കും ഒന്നും ഇറാൻ വഴങ്ങത്തില്ല. പരസ്പര ബഹുമാനമുള്ള ഒരു സമീപനമാണെങ്കിൽ മുമ്പോട്ട് പോകാമെന്നാണ് അദ്ദേഹം ഇന്ന് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞത്. നിലവിലെ വെടിനിർത്തൽ ഇറാന്റെ വലിയ വിജയമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെട്ട ശത്രുപക്ഷത്തിന് ഇറാൻ ഭരണകൂടത്തെ തകർക്കാനോ അല്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്കിൽ ഒരു അന്താരാഷ്ട്ര പിന്തുണ നേടുവാൻ സാധിച്ചില്ലെന്നും ഈ ലക്ഷ്യം കാണുന്നതിൽ ശത്രു സത്യത്തിൽ തോൽവി സമ്മതിക്കുകയാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ വഴി അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചു വരികയാണെന്ന് അവരുടെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഉപരോധം നീക്കാതെ കടലെടുക്ക് തുറക്കില്ലെന്നുള്ള ഒരു കർശന നിലപാടിലാണ് ഇറാൻ. അതേസമയം ഈ ഇറാൻ വിഷയത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത്. ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ട്രംപ് വെച്ച് പുലർത്തുന്നു. പക്ഷേ ഹോർമൂസ് കടലെടുക്ക് വെച്ച് വീണ്ടും അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് ഇറാൻ കരുതണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. ഹാഷ്മി, കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.